സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. ഇന്നത്തെ റെഡ് അലർട്ട് പിൻവലിച്ചു. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകൾക്ക് ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. നാളെ പത്തനംതിട്ടയിലും ഇടുക്കിയിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി എസ് ശാലിനി ഒപ്പം ചേരുന്നു. ശാലിനി, 2-3 ദിവസം അതിതീവ്ര മഴയായിരിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്നലെയും വലിയ മഴ രാവിലെ ഉണ്ടായിരുന്നുവെങ്കിലും ഉച്ചയ്ക്ക് ശേഷം വലിയ മഴ ഉണ്ടായില്ല. ഇന്ന് നല്ല വെയിലാണ് രാവിലെ മുതൽ ഇങ്ങോട്ട്. കോഴിക്കോട്ടും കൊച്ചിയിലുമൊക്കെ അങ്ങനെയാണ്. ചിലയിടങ്ങളിൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമുണ്ട് താനും. കൃഷ്ണരാജ്, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നുള്ള ഏറ്റവും ഒടുവിലത്തെ മുന്നറിയിപ്പിലാണ് ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതിതീവ്ര മഴയ്ക്കാണ് സംസ്ഥാനത്ത് ഇന്ന് സാഹചര്യം ഉണ്ടായിരുന്നത് എന്നായിരുന്നു രാവിലെയും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറഞ്ഞത്. മണിയോടുകൂടി വന്ന മുന്നറിയിപ്പിലാണ് നിലവിൽ സംസ്ഥാനത്ത് ഒരു ജില്ലയിലും ഇന്ന് റെഡ് അലർട്ട് ജാഗ്രതാ നിർദ്ദേശമില്ല എന്നുള്ള മുന്നറിയിപ്പ് വന്നിട്ടുള്ളത്. അതിശക്തമായ മഴ പക്ഷേ സംസ്ഥാന വ്യാപകമായി തുടരും. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്ക് യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ലക്ഷദ്വീപ് മേഖലയിലും ഇന്ന് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുകയാണ്. പക്ഷേ നാളെയും മറ്റന്നാളും 2 ജില്ലകൾക്ക് വീതം റെഡ് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് നൽകിയിട്ടുണ്ട്. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകൾക്ക് റെഡ് അലർട്ട് ജാഗ്രതാ നിർദ്ദേശമാണ്. മറ്റന്നാൾ ഇടുക്കി, പാലക്കാട് ജില്ലകൾക്കും റെഡ് അലർട്ട് മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട്. ശരി, മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. റെഡ് അലർട്ട് പിൻവലിച്ചു. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ ഓറഞ്ച് അലർട്ടാണ്. നാളെ പത്തനംതിട്ടയിലും ഇടുക്കിയിലും റെഡ് അലർട്ടാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലിനി.